അമ്മ ക്ലാസ് 9 മാധവിക്കുട്ടിയുടെ ചെറുകഥ. മലയാള സാഹിത്യ നഭസിൽ നിന്ന് നൊബേൽ പുരസ്കാരത്തിന് പരിഗണിച്ച ഒരേയൊരു എഴുത്തുകാരി. ആമി, കമലാദാസ്, കമല സുരയ്യ എന്നീ പേരുകളിൽ കൂടി അറിയപ്പെട്ടിരുന്ന മലയാളത്തിൻ്റെ സ്വന്തം മാധവിക്കുട്ടി. അനുഭവത്തിൻ്റെ തീവ്രതയും മനുഷ്യാവസ്ഥയുടെ അഗാധതയും ആവിഷ്കരിച്ച എഴുത്തുകാരി. ആ കഥകൾ പലപ്പോഴും സ്നേഹശൂന്യതയുടെ പ്രതിസന്ധികളാണ്. സമൂഹ വ്യവസ്ഥിതിയോടും കപട സദാചാരത്തിനോടും കലഹിക്കാനുള്ള മനസ്സ് മാധവിക്കുട്ടിയുടെ രചനകളുടെ ദീപ്തമുഖമാണ്. അമ്മ കഥയുടെ ആശയം. മക്കളാരും കൂടെ ഇല്ലാത്തതിനാൽ പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു ആ അമ്മ. ചീറിപ്പാഞ്ഞു വന്ന മെഴ്സിഡസ് കാർ അവരെ ചിതറിത്തെറിച്ച വെണ്ടയ്ക്കകളുടെ കൂടെ ഇടിച്ചിടുകയാണ്. ഓടിച്ചെന്നെടുത്തത് പാൽക്കാരനായ ബോലേറാം ആയിരുന്നു. അയാളുടെ സഹായ മനസ്ഥിതിയെ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ പോലീസുകാരൻ ചോദ്യം ചെയ്യുന്നത് ഇന്നത്തെ കപട നിയമ വ്യവസ്ഥിതിയെ ചൂണ്ടിക്കാണിക്കുന്നു. ഒടുവിൽ പാൽക്കാരൻ ഒരു ടാക്സിക്കാരൻ്റെ സഹായത്തോടെ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുകയും ഡോക്ടർ മുറിവ് വെച്ചുകെട്ടി അമ്മയെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ആ ടാക്സി ഡ്രൈവർ അമ്മയെ അവരുടെ വീടിന് മുൻപിൽ എത്തിച്ചിട്ട് മക്കളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം അമ്മേ എന്ന് പറയുമ്പോൾ, വേണ്ട മകനെ, കുട്ടികളെ ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്നാണ് അവർ പറയുന്നത്. മക്കൾ തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് കുറ്റം പറയാൻ അവർക്ക് തോന്നുന്നില്ല. അപരിചിതരുടെ അമ്മേ എന്ന വിളി അവരെ പലതും ഓർമ്മിപ്പിച്ചു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, തൻ്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഊട്ടി, ഇനി തനിക്കൊന്നും ചെയ്യാനില്ല. മക്കളാകട്ടെ അവരുടെ ഭാര്യമാരെയും കൂട്ടി രാജ്യം വിടുകയും ചെയ്തു. ഇനി താൻ എന്തിന് എന്ന ഓർമ്മയിൽ അമ്മ തൻ്റെ കുടിലിൻ്റെ വാതിൽ തുറന്ന് അകത്തു കയറി. വെള്ളം കുടിക്കാൻ ദാഹിച്ചപ്പോൾ പാത്രം തുറന്നു നോക്കി. ഒരു തുള്ളി പോലും ഇല്ല. പായ ഇല്ലാതെ, ദാഹജലം കിട്ടാതെ ആ അമ്മ വെറും നിലത്തു കിടന്നു, അനാഥമായി. അമ്മയാകുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകൾ ആകാശത്തിലേക്കുയർന്ന് മറ്റുള്ളവർക്ക് തണലായി ചുരുങ്ങി ഇല്ലാതാവുമ്പോൾ ഈ കഥ അവസാനിക്കുന്നു. ജീവിതം മുഴുവൻ മക്കൾക്കായി കഷ്ടപ്പാട് സഹിച്ചും ജീവിച്ച മാതാപിതാക്കളെ സ്വന്തം സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി അവഗണിക്കുന്ന മക്കളുടെ പ്രവണത ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ബാല്യകാലത്ത് കൈപിടിച്ച് നടപ്പിച്ചവരെ ജീവിതത്തിൻ്റെ അവസാനം കൈവിടുന്നത് മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വേദനാജനകമായ ദൃശ്യമാകുന്നു. മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിലെ ആദ്യ ഗുരുക്കളും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പ്രതീകവുമാണ്. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് മനസ്സിലാക്കൂ. വായനക്കാരൻ്റെ മനസ്സിൽ വേദനയായി നിറഞ്ഞു നിൽക്കുന്ന മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ചെറുകഥ തണുപ്പ് എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ്. പാഠഭാഗത്തിൻ്റെ സന്ദേശം എൻ്റെ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.